ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ. നമുക്കപ്പോൾ അതിൻ്റെ ആദ്യം ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നാൽ അതിലേക്കൊന്ന് തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാല ദോശ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതും പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന മസാല ദോശേനേക്കാളും എനിക്കിഷ്ടം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് അധികം ഉമ്മാനോട് മസാല ദോശ ഉണ്ടാക്കി തരാൻ പറയലുണ്ട്. ഇനി അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങി വെച്ചിരുന്നു, അതാണ് ചേർക്കുന്നത്. ബീട്രൂട്ട് ഒന്ന് അരച്ചിട്ടാണ് ചേർത്തത്, കാരണം ഉരുളക്കിഴങ്ങ് പോലെ ബീട്രൂട്ട് നല്ലോണം ഒന്നും ഉടഞ്ഞ് കിട്ടൂല. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ തലേ ദിവസം അരച്ച് വെച്ച ദോശമാവാണ്. അങ്ങനെ ഇതാ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. മസാല ദോശയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര വലുപ്പത്തിലൊന്നും ഉണ്ടാക്കലില്ല, ഒരു സാധാ മീഡിയം വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ദോശ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതാ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ മസാല ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മസാല ദോശ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.